എം നൌഷാദ് MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം നൌഷാദ്, ഇവിടെ പിണറായി സത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൻവർ മുന്നണിയിൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയും ചെയ്തത്. അവിടെ LDFനെ സംബന്ധിച്ച് നേരത്തെ പിടിച്ച വോട്ടുകൾ പിടിക്കാൻ കഴിയുന്നില്ല. സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കളത്തിലിറങ്ങിയിട്ടും ജയം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രചരണ പരിപാടികൾ നടന്നത്. മുഖ്യമന്ത്രി തമ്പടിച്ച് നടത്തിയ, മന്ത്രിമാരും തമ്പടിച്ച് നടത്തിയ സമാനതകളില്ലാത്ത പ്രചരണമാണ് നിലമ്പൂർ 23 ദിവസത്തോളം കണ്ടത്. അതിൽ 2 തവണ മുഖ്യമന്ത്രി വന്നുപോയി. മുഖ്യമന്ത്രിയുടെ യോഗങ്ങളിലൊക്കെ ആളുണ്ടെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഭരണത്തിനെതിരെയുള്ള ഒരു വിലയിരുത്തലായി വേണമോ നമ്മൾ കാണാൻ? ഒരിക്കലും ഭരണത്തിനെതിരായ വിധികൾ തട്ടരുത്. വസ്തുതാപരമായി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിലയിരുത്തുക. ഭരണത്തിന് എതിരായിട്ടുള്ള വോട്ടാണെങ്കിൽ 2021 UDFന് കിട്ടിയ വോട്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും PV അൻവറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തി നമ്മൾ വിജയിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ വിജയിച്ചത് വെറും 2700-600 വോട്ടിനാണ് വിജയിക്കുന്നത്. LDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടായിരുന്ന 99 സീറ്റ് നേടിയ സാഹചര്യത്തിലും വളരെ ചെറിയ മാർജിനിലേ അവിടെ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ശ്രീ പ്രകാശ് കഴിഞ്ഞ തവണ 78,000 വോട്ടോളം നേടി. പക്ഷെ ഇത്തവണ പ്രകാശ് നേടിയ വോട്ട് ഷൗക്കത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. ആ കണക്ക് കാണും. ഞങ്ങൾക്ക് 66,000 വോട്ടുണ്ട്. അൻവറിന് 20,000, 19,690. നമുക്ക് എളുപ്പത്തിന് 20,000 വോട്ട് അൻവറിനുണ്ട്. സ്വാഭാവികമായും 9 വർഷക്കാലം LDFനോട് നിന്ന ഒരാളെന്നുള്ള തരത്തിൽ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ വോട്ട് നമുക്ക് വ്യക്തിപരമായി പോകുന്നതാണല്ലോ. നമ്മളുടെ മേജർ ഒരു വോട്ട് അവർക്ക് പിടിക്കാൻ കഴിയും, അൻവറിന് പിടിക്കാൻ കഴിയും. അത് മാത്രമല്ല, അൻവറിന്റെ കൂടി വോട്ടിന്റെ ബലത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൽ കുറവ് വന്നു. സ്വാഭാവികമായും അതിന്റെ ഭാഗമായി പരാജയപ്പെട്ടു. ഇതല്ലാതെ ഇവിടെ BJP ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് കേട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടിയത്. എന്റെ ഇരിക്കുന്ന കണക്ക് തെറ്റാണെങ്കിൽ അത് തിരുത്തുക. കാരണം അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8,595 വോട്ടാണെങ്കിൽ ഇപ്പോ 8,562 ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുമ്പോൾ വോട്ട് ചെറുതായിട്ടാണെങ്കിലും കുറഞ്ഞിട്ടേ ഉള്ളൂ. അതേസമയം അതിനു മുമ്പുള്ള 12,000 വോട്ട് അവർക്ക് നേടിയിട്ടുണ്ട്. ആ വോട്ട് ഇപ്പൊ അവിടെ ഇല്ല. വോട്ട് കുറവ് വന്നത് BJPക്കാണ്, SDP-ക്കാണ്. നിങ്ങൾ വിട്ടുപോകുന്നു. SDP-ക്ക് 4,751 വോട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ 2,000 വോട്ടായി കുറഞ്ഞു. പിന്നെ ജമാഅത്തെ, SDP-യും ജമാഅത്തെ ഇസ്ലാമിയും BJP-യും UDF-ഉം എല്ലാം കൂടി ഒരുമിച്ച് LDFനെ എതിർത്തിട്ടും അവിടെ 2021 വോട്ട് നേടാൻ UDFന് കഴിഞ്ഞിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. ചെറിയ വോട്ടിങ്ങിലെ കുറവുകൾ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഈ 46% വോട്ട് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച LDFനൊപ്പം നിന്ന് നേടുമ്പോൾ നിങ്ങൾ നേടിയ 46% വോട്ട് ഈ 37% ചുരുങ്ങുന്നതിനുള്ള ഒരു ന്യായീകരണമാകില്ലല്ലോ ശ്രീ എം നൌഷാദ്. അൻവറിനോടൊപ്പം ചേർന്ന് നിന്നപ്പോഴുള്ള വോട്ടല്ലേ? അതെ, ഞങ്ങൾക്ക് അതിനു മുമ്പ് അൻവർ യുദ്ധം പ്രഖ്യാപിച്ചത് പിണറായി സത്തിനെതിരെയുള്ള യുദ്ധമാണ് അൻവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ അൻവർ ഇല്ല എങ്കിൽ, പിണറായി സത്തിനെതിരെ യുദ്ധം നയിച്ച അൻവർ പോയാൽ ഞങ്ങൾക്ക് വരുന്ന ഈ കുറവ് അൻവർ കൊണ്ടുപോയതാണ് എന്നങ്ങ് സമ്മതിച്ചാൽ മതിയോ? അതിനാണോ നിങ്ങൾ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചത്? തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് 9 വർഷക്കാലം MLA ആയി LDFനോടൊപ്പം നിന്ന് LDFിലെ സാധാരണ വോട്ടർമാരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വോട്ട് സ്വാഭാവികമായിട്ടും പോകുമല്ലോ. അതിപ്പോ നിലമ്പൂര് മാത്രമല്ല. നിങ്ങള് UDFന് വോട്ട് കൂടിയോ? 2021 UDFന് വോട്ട് കൂടിയോ? അങ്ങനെയാണെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം എന്ന് നമുക്ക് പറയാം. 2021 വോട്ട് കൂടിയിട്ടില്ലല്ലോ. എന്താ കാണാതെ പോകുന്നത്? 2021 സാഹചര്യമായിരുന്നില്ല. PV അൻവർ എന്ന ഒരു
സ്ഥാനാർത്ഥി സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലമ്പൂരിനെ സംബന്ധിച്ച് LDF UDF നേർക്കുനേർ പോരാട്ടം എന്ന് പറഞ്ഞു തന്നെയാണ് മത്സര രംഗത്ത് LDF ഉണ്ടായിരുന്നത്. അങ്ങനെ നേർക്കുനേർ പോരാട്ടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഇടിവ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയും നേതാക്കളും അവിടെ എത്തിയത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അൻവർ ഒപ്പം ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് വോട്ട് അൻവറിൻ്റെതായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയത്, ഇപ്പോൾ അൻവർ ഇല്ല, അൻവർ ആ വോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത് എങ്ങനെ ന്യായീകരണമാകും? അല്ല, എന്താണ് നിങ്ങൾക്ക് സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് എന്നുള്ള നിലപാടിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. വോട്ടർമാർ സർക്കാരിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ 11,000 വോട്ടിന്റെ മാർജിനിലേ അവർക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. 9 വർഷക്കാലമായി തുടരുന്ന ഈ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള മാർജിനിൽ വിജയിക്കുമായിരുന്നു. പക്ഷെ ആ തരത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കണക്കുകൾ വെച്ച് വർത്തമാനം പറ. ഇവിടെ എല്ലാ മതവർഗീയ ശക്തികളും ഒരുമിച്ച് ചേർന്നിട്ടും 11,000 വോട്ടിന്റെ മാർജിൻ മാത്രമേ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതുപോലെ 21 വോട്ട് നേടാൻ പ്രകാശ് നേടിയ വോട്ട് നേടാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ആ വസ്തുത കാണും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ LDFന്റെ വോട്ട് ബാങ്കിൽ കുറവുണ്ടായിട്ടില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില വോട്ടുകൾ കയറി വരും. നമ്മുടെ ചില ട്രെൻഡിന്റെ ഭാഗമായി ചില വോട്ടുകൾ കയറി വരും. ചില സന്ദർഭങ്ങളിൽ അത് പോകും. അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ അടിസ്ഥാനപരമായി 11-ൽ 60,000 വോട്ടേ നമുക്കുണ്ടായിരുന്നുള്ളൂ. നമുക്കിപ്പോ 66,000 വോട്ടായി അത് വർദ്ധിച്ചിട്ടുണ്ട്. ശതമാനത്തിലും വോട്ടിന്റെ വർധനവിലും ഒക്കെ വന്നതിന്റെയൊക്കെ ഘടകങ്ങളായി. അപ്പോ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടായിട്ടില്ല. സാങ്കേതികമായി തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന, പ്രിയങ്ക ഗാന്ധിക്ക് തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് അത് 10,000 ആക്കി ചുരുക്കാൻ, കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള തരത്തിൽ നിങ്ങൾ എന്തേ വർത്തമാനം പറയാത്തത്? അതാണ്. അതേസമയം തന്നെ BJPക്ക് വളർച്ച ഉണ്ടായി എന്നുണ്ടെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ, വളരെ ക്ലിയറായി അവർക്ക് 12,000 വോട്ടുണ്ടായിരുന്നത് 8,000 ആയി ചുരുക്കിയല്ലോ. ഇവിടെ ജയിച്ചത് 4,000 വോട്ട് അവരുടെ വകയായിട്ടുണ്ട്. 3,000 വോട്ട് SDP-യുടെ വകയായിട്ട് കണക്ക് പ്രകാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ BJP പിറകോട്ടാണ് എന്ന് പറയണം. BJP വോട്ട് പിറകോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് തളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് അവർ സമ്മതിച്ചാൽ ഓക്കെ. പക്ഷെ UDFന് വളർച്ച ഉണ്ടായിട്ടില്ല. UDFന്റെ വോട്ട് വർദ്ധിച്ചിട്ടില്ല. അത് മനസ്സിലാക്കുക. ശരി, എന്തായാലും അടിസ്ഥാന വോട്ടുകളിൽ യാതൊരു കുറവും വന്നിട്ടില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നേരത്തെ നേതാക്കളൊക്കെ തന്നെ നൽകിയ വിശദീകരണം പോലെ തന്നെ അടിസ്ഥാന വോട്ടിൽ മാറ്റം വന്നിട്ടില്ല. PV അൻവർ ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുത. PV അൻവർ പിടിച്ച വോട്ട്. അതേസമയം UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു വോട്ട് പോലും കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, വോട്ട് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇടത് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന ന്യായീകരണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചർച്ചയുടെ മറ്റതിഥികളിലേക്ക് കൂടി എത്താം ഇടവേളയ്ക്ക് ശേഷം.